2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിട്ടുള്ള, ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം ഏതാണ്? അത് ഇലക്ഷൻ കമ്മീഷനാണെന്നേ, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിരന്തരം ആരോപണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കർക്കശക്കാരാണ് എന്നുള്ള നിലയ്ക്കാണ് ആക്ഷേപം ഉണ്ടായിട്ട്. ഇപ്പോൾ ടി എൻ ശേഷൻ്റെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ ആരോപണങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചുകൊണ്ട്, അത് ഭരണകൂടം അടക്കം ഉന്നയിച്ചിട്ടുണ്ട്, സർക്കാർ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അത്ര കാർക്കശ്യത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? വളരെ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് എന്നുള്ളതല്ലേ ഏറ്റവും വലിയ ആരോപണം. നമുക്കിപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കാം. 2024 തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടത്. ഒന്നാമത്തെ ആക്ഷേപം, ഈ പറയുന്ന വോട്ടർ ടേൺ ഔട്ട്, എത്ര പേര് വോട്ട് ചെയ്തു എന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് പ്രഖ്യാപിക്കുമല്ലോ. ഇന്നിപ്പോൾ രാവിലെ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് വിചാരിക്കുക, 6 മണിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ഒരു റിപ്പോർട്ട് വരുമല്ലോ, എത്ര പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് നടന്നു, എത്ര പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് വരുമല്ലോ. നമ്മളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യും. എന്ത് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇതിൽ നേരിയ വ്യത്യാസമുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥരും നമുക്ക് ആ റിപ്പോർട്ട് തരിക. പിറ്റേ ദിവസം രാവിലെ ഒരു കറക്ഷൻ ഉണ്ടാകും, അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, എന്നാലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ പ്രാവശ്യം 2024 പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. ഒന്നാം ഘട്ട പോളിംഗിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് എപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തേക്ക് വിട്ടത്? 10 ദിവസങ്ങൾക്ക് ശേഷമാണ്. 10 ദിവസങ്ങൾക്ക് ശേഷം ആദ്യഘട്ട പോളിംഗിൻ്റെ പെർസെൻറ്റേജ് പുറത്തുവിട്ടു. രണ്ടാം ഘട്ട പോളിംഗിൻ്റെ പെർസെൻറ്റേജ് പുറത്തുവിട്ടത് 4 ദിവസങ്ങൾക്ക് ശേഷം. ഇതൊരു തമാശ എന്ന് പറയുന്നത്, തമാശയല്ല കേട്ടോ, ഇതൊരു ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്.